എന്താ സാർ? ഇറങ്ങി വാ. ലൈസൻസ് എടു. ലൈസൻസ് ഇത് 2 വീലർ ലൈസൻസ് അല്ലേ? അതെ. അതും വിത്തൗട്ട് ഗിയർ. പിന്നെ എങ്ങനെ 2 വീലർ ലൈസൻസ് ഉള്ള നിങ്ങൾ എങ്ങനെ 3 വീലർ ഓടിച്ചു? 2 വീൽ ഓൾറെഡി ഉണ്ടല്ലോ. ഓൾറെഡി വീലുണ്ടല്ലോ. അത് പോട്ടെ, ഇത് ബാക്കിൽ സീറ്റ് ഉണ്ടല്ലോ, പിന്നെ ഫ്രണ്ടിൽ നിന്ന് വന്നത്? സാർ ഞങ്ങൾ പെങ്ങളാണ് സാർ. അതെ. അത് നിങ്ങൾ ഇരട്ട പറ്റുന്നല്ലോ. അല്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് കൂടെ എപ്പോഴും ഉണ്ടാവണം. പ്രൊട്ടക്ടറാണ് സാർ. വെൽക്കം ടു ഓ മൈ ഗോഡ്. ഇതുപോലത്തെ മനോഹരമായ ആർട്ടിയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങൾ ഇപ്പോൾ ഓട്ടോയുടെ ഒരു കലക്കൻ എപ്പിസോഡിലാണ്. കഷ്ടപ്പെട്ട് ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിന്റെ പേര് എ ഓട്ടോ ആണ്. ഡ്രസ്സിംഗ് കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഗതാഗത വകുപ്പിന്റെ ഒരു ഓഫീസറാക്കിയാണ്. ഇപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് എരമല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ എടുക്കുകയാണ്. വളരെ ശാന്തനും വളരെ എത്ര പിടിച്ച് പിച്ചി പറിച്ചാൽ പോലും മിണ്ടാത്ത ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടെന്ന് നമുക്ക് അവിടുത്തെ ഓട്ടോ അസോസിയേഷൻ എരമല്ലൂർ എന്നൊരു ഓട്ടോ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോട്ട്സ് മോർ കമ്മിങ് അപ്പ്. ഫണ്ണാണ്. സ്റ്റേ ട്യൂൺ. അപ്പോൾ മനോഹരമായ ഒരു ഓട്ടോ യാത്രയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എ ഓട്ടോ ആണ് ഈ എപ്പിസോഡിന്റെ പേര്. ഇന്ന് നമ്മുടെ കൂടെ നമ്മൾ എല്ലാവരും പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഓട്ടോ ചേട്ടനാണ്. ഓട്ടോ ചേട്ടന്റെ പേരെന്താ? രതീഷ് ആണ്. ഞങ്ങളിപ്പോ കൊച്ചിയിൽ നിന്ന് മരട് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ആൻഡ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്റെ ജീവിതത്തിനെ കുറിച്ചിട്ട്, അവരുടെ ഫാമിലിനെ കുറിച്ചിട്ട്, അവരുടെ ഒരു ഡെയിലി എക്സ്പീരിയൻസ്, ഡേ ലൈഫിനെ കുറിച്ചിട്ട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. എത്ര വർഷമായി ഓട്ടോ ഓടിച്ചിട്ട്? 6 വർഷമായി അല്ലേ? ഓ, അപ്പോൾ ഫാമിലി ഒക്കെ ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് കൊച്ചി സിറ്റിയിലുള്ള ഓട്ടോ ഓടിയൊക്കെ? ബുദ്ധിമുട്ടാണോ അതോ? ഇപ്പൊ ഊബർ ടാക്സി വന്നേ പിന്നെ ഓട്ടോക്കാർക്ക് എല്ലാവർക്കും പാരയായിട്ടുണ്ടോ? എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ ഓട്ടോയെ പറ്റി ചേട്ടനുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഏരിയയിൽ തന്നെ പോലെ. അതെ. ഇനി എ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ. അതിൽ നമ്മൾ എന്താ പറയുക, ചെറിയ ഈ ഗ്രൂപ്പ് ഫോർമേഷൻ, ചിലപ്പം ടാക്സി ഉണ്ടാവും, ഓട്ടോ തൊഴിലാളി യൂണിയൻ ഉണ്ടാവും, അങ്ങനെ പല യൂണിയൻസിനെ കണക്ട് ചെയ്യുന്നൊരു ഷോപ്പ്. ഇത് എ ഓട്ടോ ആണ്. അപ്പോൾ ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടോ എന്ന് പറയുന്നത് അവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വർക്കുകളാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ ഓട്ടോ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യം എത്ര വർഷമായതിൻ്റെ ഒരു പറയുകയാണെങ്കിൽ എങ്ങനെ, എന്ന് മുതലാണ് തുടങ്ങിയത് ഓട്ടോ ഓടിക്കാൻ ആരംഭിച്ചത്? ഒരു 6-7 വർഷമായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു കുടുംബം നല്ലപോലെ കഴിയാം. എനിക്കൊരു സാഹചര്യം ഉണ്ട്. ഇതുകൊണ്ട് ചേട്ടൻ എപ്പോഴും മീറ്റർ? അതെ, മീറ്റർ. നമ്മളധികം വാടക വാങ്ങിക്കാറില്ല, ആരോട്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. ചേട്ടൻ്റെ ഫാമിലിയിൽ എത്ര പേരുണ്ട്? കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞ 2 കുട്ടികൾ. മൂത്താള് LKG പഠിക്കുന്നു, മേഴ്സി അരൂർ സ്കൂളിലാണ്. ഇളയാള് 2 വയസ്സ്, ശ്രീപാർവതി, അനയകൃഷ്ണ, ചിഞ്ചു, അമ്മ. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വേർഡ്സ് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഓട്ടോയുടെ കാര്യങ്ങളും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഗതാഗത മോട്ടോർ വകുപ്പിൽ നിന്നൊരു സാർ എത്തിയിട്ടുണ്ട്. രജീഷ് സാറാണ്. നമുക്ക് രജീഷ് സാറിനെ കൂടി ഷോയിലായിട്ട് സ്വാഗതം ചെയ്യാം. രജീഷ് സാർ, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂജിത, എന്താണ് ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നത്? സാറ് വന്നിട്ടുണ്ട്. എന്തായാലും റെസ്പെക്റ്റ് ആയിട്ടൊരു സാറ് വന്നിട്ടുണ്ട്. സാർ, ഞങ്ങളിപ്പോൾ എ ഓട്ടോ എന്ന് പറഞ്ഞൊരു ഷോ ആണ്. അതായത് ഓട്ടോക്കാരെ പറ്റി, അവരുടെ പശ്ചാത്തലം, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കുടുംബം, അവർക്ക് കിട്ടുന്ന വരുമാനം, ഇതൊക്കെ നമുക്ക് ഇവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്, ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഇതൊക്കെ ഈ ഓട്ടോ ഓടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി അറിയാനാണ് ഞങ്ങൾ സാറിനെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ നഗരത്തിലെ തന്നെ എരമല്ലൂർ ഓടുന്ന വളരെ മാന്യമായ ഒരു ഓട്ടോക്കാരെന്ന് വേണം പറയാം, രതീഷ് ചേട്ടനാണ്. അപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്നതിന് മുമ്പേ ഒരു ഓട്ടോ ഡ്രൈവർക്ക് വേണ്ടതായ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ല എങ്കിലും ഒരു ബേസിക് ഒരു പ്രിലിമിനറി ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയായിരിക്കും വേണ്ടത് ഓട്ടോ ഡ്രൈവർക്ക്? ആദ്യം വേണ്ടത് ഓട്ടോയാണെന്ന് അറിയിക്കും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അല്ല എങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറിന് മാത്രമല്ല, പൊതുവിൽ നമ്മുടെ ഇങ്ങനെ ടാക്സി ഓടുന്ന എല്ലാ ഡ്രൈവേഴ്സിനും
പ്രധാനമായിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ അവരുടെ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അവർ എവിടെയാണോ കൊണ്ട് ചെന്നെത്തിക്കാൻ ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് എത്തുന്നത് വരെ ആ വണ്ടിയിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ ആൾക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനൊരു അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അയാൾ അവസാനം. അപ്പോൾ അത് നമ്മൾ തന്നെ ഒരാളിനെ കാണുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, എല്ലാവർക്കും ഇപ്പം നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണുമ്പോഴത്തേക്ക് കുഴപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും അത് കുഴപ്പക്കാരനാണ്. ചിലപ്പോൾ നമ്മൾ കുഴപ്പക്കാരാണ് തോന്നും, പക്ഷേ അയാൾ ഇടപെട്ട് വരുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ വിചാരിച്ച് തെറ്റായിപ്പോയി എന്ന് തിരിച്ചും നമുക്ക് ധാരണകൾ മാറാം. അപ്പോൾ ഞാൻ ഇനി ചോദിക്കാൻ വന്നിട്ട് ഇനി ഒരു തമാശ ചോദ്യം എന്നുള്ള രീതിയിൽ ഞാൻ നോട്ടീസ് ചെയ്ത സാധനമാണ് ചില ഓട്ടോകളിൽ ഇപ്പം ഈ കൊച്ചിയിലൊക്കെ കാണുമ്പോൾ എൻ്റെ ബാക്കിൽ സ്ത്രീ സൗഹൃദ ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഓടിക്കുന്നത് പുരുഷനായിരിക്കും. പുരുഷന്റെ അല്ല, അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, പുരുഷന്മാരാണ് ഓടിക്കുന്നത് സ്ത്രീ സൗഹൃദ ഓട്ടോ, അവരുടെ ഓട്ടോയുടെ ബാക്കിൽ സ്ത്രീ സൗഹൃദ ഓട്ടോ എന്ന് എഴുതി. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അതല്ല എന്ന് പറഞ്ഞു ചോദിച്ചു. അല്ല ഞാൻ അതിലേക്ക് വന്നപ്പോൾ അതിൽ അങ്ങനെയല്ലെന്ന് പറഞ്ഞു. ഇവര് കണ്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അത് സ്ത്രീകൾക്ക് കൂടുതൽ അതായത് നമ്മുടെ അതും അതുപോലെ തന്നെ ഡീറ്റെയിൽ നമ്മുടെ ആർ ടി ഓഫീസുകളിൽ പോലീസ് സ്റ്റേഷൻ ട്രാഫിക് സിഗ്നൽ ഓഫീസുകളിൽ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ ഉണ്ട്. വണ്ടിയുടെ അഡ്രസ്സും നമ്മുടെ ആളുടെ ഫോട്ടോ ID എല്ലാം. അപ്പോൾ കുറച്ചുകൂടി സാർ പറഞ്ഞ പോലെ സ്ത്രീകളോടുള്ള ഒരു യാത്ര സുരക്ഷിതമായിരിക്കും ഇവർക്കൊരു. അപ്പോൾ ഇനി സാർ ഒരു ഓട്ടോയ്ക്ക് ഒരു വണ്ടി നമ്പർ എത്രയാണ്? KL32H 5156 32 H 5156 രജിസ്ട്രേഷൻ വരുന്നത് ചേർത്തല. ഇത് ആരുടെ പേരിലാണ്? എൻ്റെ പേര് തന്നെ സാർ. പേര് രതീഷ് കുമാർ എന്നാണ്. ഇത് വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഇടയ്ക്ക് ഈ അടുത്ത സമയത്ത് എവിടെയെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ? ഇത് കേസോ അങ്ങനെ ഒന്നുമില്ല ഇതുവരെ എൻ്റെ അറിവിൽ ഇതുവരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് എൻ്റെ പഞ്ചായത്ത് എനിക്ക് സ്വയം തൊഴിൽ തന്ന വണ്ടിയാണ്. എഴുവിൻ്റെ പഞ്ചായത്തിൻ്റെ. എത്ര വർഷമായി ഇത് കിട്ടിയിട്ട് ഇപ്പോൾ 2 വർഷം. പുതിയ വണ്ടിയാണ്. 2 വർഷം ആകുമ്പോൾ ജൂണിലാകുമ്പോൾ അടുത്ത ടെസ്റ്റായി. നിങ്ങളുടെ ദൂരപരിധി എത്രയാണ് ഇവിടെ? ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ആലപ്പുഴ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അരൂർ കഴിഞ്ഞിട്ട് ഒരു അല്ലതല്ല നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാൻഡ് ബേസ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ നിങ്ങൾക്കൊരു പെർമിറ്റ് തരുമ്പോൾ നിങ്ങളുടെ പെർമിറ്റിൻ്റെ ഒരു പരിധി പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര ദൂരപരിധിയാണത്? നമുക്കിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഓടാം. ആലപ്പുഴ ജില്ലയിൽ മുഴുവനായിട്ട് ഓടാവുന്ന പെർമിറ്റാണോ വന്നേക്കുന്നത്? ഇല്ല, അങ്ങനെയില്ല. അപ്പോൾ എന്നിരുന്നാലും ഒരു കിലോമീറ്റർ പറഞ്ഞിരിക്കുള്ളൂ. ഇത്ര കിലോമീറ്റർ, ആ കിലോമീറ്റർ എത്രയായിരിക്കുന്നത്? അത് ഒരു മറ്റേ ബുക്കിലായിരിക്കും. ഈ ബുക്ക് പേപ്പറെല്ലാം കറക്റ്റാണോ? കറക്റ്റാണ് സാർ. ഒന്ന് എടുക്കാമോ? എടുക്കാം. സാർ എങ്ങനെയാണ് അപ്പോൾ ഒരു ബുക്കും പേപ്പറും ചെക്ക് ചെയ്യുന്നത്? നമ്മൾ RT ഓഫീസർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ചേട്ടൻ എല്ലാ പേപ്പേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ലൈസൻസിന്റെ ടെസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ പേപ്പറുകളാണ് കാണിക്കുന്നത്? അത് ലൈസൻസ് ആണ് കാണിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ പ്രദേശ് പിന്നെ RC ബുക്ക്, പിന്നെ ഇൻഷുറൻസ് കോപ്പി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ബൈക്കിൽ കാണിക്കേണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഓട്ടോയിലും കാണിക്കേണ്ടത്. നിങ്ങൾക്ക് പെർമിറ്റ് ഇല്ലല്ലോ ബൈക്ക്. ചേട്ടൻ ടെൻഷൻ ആവണ്ട. കൈയൊക്കെ വിറക്കിട്ട് ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഫോട്ടോ വളരെ ചുള്ളനായ ഒരാളാണ്. പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച ലുക്ക്. ചേട്ടൻ റീസെന്റ് ഫോട്ടോ അല്ലല്ലോ, അത് കോളേജിലത്തെ ഫോട്ടോ അല്ലേ? കണ്ടോ, കോളേജിലത്തെ ഫോട്ടോ ആണ്. ഞാനില്ലേ അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ലൈസൻസ് ഓക്കെ. സാർ ഈ ഗതാഗത വകുപ്പിലായതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സംശയമുണ്ട്. ഈ ടെസ്റ്റിംഗ് ഏതോ സാർ എന്താണ് ഈ ALA CTL എന്ന് പറയുന്നത്? അതൊക്കെ വരും. അതൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞോളാം. എല്ലാം ടെസ്റ്റിംഗ് അതോറിറ്റീസ് വരുന്ന സംഭവമാണ്. ഇതിനൊക്കെ പാസ്സാണ് വരുന്നത്. ഇൻഷുറൻസ് നിങ്ങളുടെ പേര് തന്നെയാണല്ലോ? എത്ര പേർക്ക് എടുത്തിട്ടുണ്ട്? ഡ്രൈവറും പാസഞ്ചറും. 3 യാത്രക്കാർ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിയ നമുക്കും കിട്ടും. സാധാരണ ഈ ചില ഡ്രൈവേഴ്സ് അവർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. തേർഡ് പാർട്ടി
എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റാണ്. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായി. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇതിനാണ് ഉദ്ദേശിക്കുന്നത് അല്ല? എൻ്റെ ചോദ്യമാണ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഇതിനായിരിക്കും. അപ്പോൾ ബൈക്ക് മേടിക്കുമ്പോൾ തേർഡ് പാർട്ടി നമ്മുടെ ബാക്കിലിരിക്കുന്ന ആളിനും കൂടെ ഇൻഷുറൻസ് ചെയ്യണം. അറിവാണത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഫസ്റ്റ് ടൈം കേൾക്കണേ അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിപ്പോ എന്താ സംഭവം അപ്പോൾ ജോയ്ക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഇല്ല? എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ സിംഗിൾ ഓണർ ഡയറക്ടർ. അല്ല, ബാക്കിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ ഞാൻ ആരും കൊണ്ടുവരാം, സിംഗിൾ സീറ്റിന്റെ ബുള്ളറ്റ്. ഓ ശരി, ഓക്കെ. ഇത് ഈ വണ്ടി നമുക്ക് ഡയറക്റ്റ് ലോൺ തന്നതാണ്, ഗവൺമെന്റ് ഓഫ് കേരള നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. കേരള നമ്മുടെ പഞ്ചായത്തിന്റെ അല്ല, നമ്മള് ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഇത് സർവേ എഴുതിയിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കേരള പഞ്ചായത്തിന് ഡയറക്റ്റ് ഇത് കൊടുക്കാനുള്ള സാറേ, ഞാനിത് വണ്ടിയിൽ ആണ്. എന്തൊക്കെയാണ് ഒരു വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പേർപ്പസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു. നമ്മുടെ ആസ് യൂഷ്വൽ വേറെ ഒരാളാണ് കുറച്ചുകൂടി, ഇതിപ്പം എല്ലാം ക്ലിയർ ആയ ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ ഓട്ടോ വരും പക്കാ ക്ലീൻ ആണ്, ഒരു പൊടി പോലും കാണില്ല എവിടെ, ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പൊടി എവിടെയും കാണില്ല ഓട്ടോയിലെ. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇവർ അതിൻ്റെ ചെക്കിങ്ങിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ആ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ പഠിക്കണോ? ഇതിനകത്ത് ഉണ്ടോ അറ എന്തെങ്കിലും? ഇല്ല അറിയുന്നില്ല. അറിയുന്നു. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. കിലോമീറ്റർ 10 രൂപ വെച്ചു. 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്ററിന് 20 രൂപ. അത് കഴിഞ്ഞ് ഓരോ കിലോമീറ്ററിന് 10 രൂപ. ഇത് തുറക്കൂ നിങ്ങൾ. അപ്പൊ സാറിന്റെ ഇൻസ്പെക്ഷൻ മൊത്തം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഒരു ഓട്ടോ ഇൻസ്പെക്ഷൻ? പക്ഷേ എനിക്കിപ്പോൾ അതിനകത്തൊരു ചെറിയ ഡൗട്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് എനിക്ക് തരാമോ? തരാം സാർ. 994726 അല്ല സാർ, 9947265956. ഇപ്പോൾ ഈ നമ്പറിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ്. ഫോൺ നമ്പറല്ലോ? ഫോൺ നമ്പറിലല്ല, നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നൊരു കോൾ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അതെ. അന്ന് നമ്മൾ അത് ഈ നമ്പറായിരുന്നോ? അല്ല, ഓക്കെ. സ്പീഡ് അതെ അത് ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അല്ല, മറ്റേ ഇഷ്യൂവിനകത്തുണ്ടോ ഈ നമ്പർ ഉണ്ടോ? യൂബറുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിനകത്ത് ഈ നമ്പർ ഉണ്ടോ? ചേട്ടൻ ഊബറിന് അപ്ലൈ ചെയ്തായിരുന്നോ? ഇല്ല. പക്ഷെ നിങ്ങൾ എന്താ ടൈപ്പിന് ഉണ്ടായിരുന്നോ കഥ? ഊബർ ഓട്ടോക്കാരും ഊബറായിട്ട് ഈക്വൽ ജോബ് കൊടുക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണല്ലോ. അതെ, ഓക്കെ, നമ്മുടെ അത് ശരിയാണല്ലോ. ഓക്കെ, ഇതിനെ ഒന്നും ചെയ്യില്ല. ശരി, ഒന്നും ചെയ്യണ്ട. ചേട്ടൻ ചോദിച്ചുള്ള തിരിച്ചു ചോദിക്കാൻ പാടില്ല അങ്ങനെ. ഉടനെ എത്രയും പെട്ടെന്ന്. ഓക്കെ. അപ്പോൾ ഈ ഓട്ടോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് സമയമായിരിക്കുകയാണ്. നമ്മൾ മനോഹരമായ ഒരു ഓട്ടോയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പ്രേക്ഷകർക്ക് ഇതുവരെ കാണാത്ത ഒരു അനുഭവമാണ് ലഭിച്ചതെന്ന് തോന്നുന്നു.
ഇത്രയും നേരം ഞങ്ങളോട് കണ്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ വിമർശനങ്ങളും നല്ല പ്രതികരണം തന്ന എല്ലാവർക്കും ഒരു ആശംസ തന്നെ. ഇനി പുതിയൊരു ഏയോട്ട് അതിന് മുമ്പ് സാറിന് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസാനമായിട്ട്. അല്ല, പ്രോഗ്രാമിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതെ. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു പേഴ്സണലി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കട്ടാണെങ്കിലും ഞാൻ പറഞ്ഞോളാം. പിന്നെ ഈ നമ്പറിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. മുഴുത്ത വെട്ട് തന്നെയാ. നമ്മൾ പിന്നെ ഈ എരമല്ലൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിനകത്ത് ഒരു ഇടയ്ക്കൊരു ക്രൈം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൈമിനകത്ത് ഒരു 4-5 ഓട്ടോ നമ്പർ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു നമ്പർ ഇതാണ്. ഒരു കടത്തുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഇല്ല, അതല്ല, എനിക്കത് എൻ്റെ ഡൗട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ എനിക്ക് നമ്മളൊരു 6 നമ്പറോളം നമ്മളതിനകത്ത് അത് ചെറിയ 3 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആവശ്യം നടന്നിട്ടുള്ളത്. ഫോൺ നമ്പർ, അതുകൊണ്ടാണ് ഞാൻ ഫോൺ നമ്പർ കൊടുത്തത്. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഈ വണ്ടി അല്ലല്ലേ ഈ നമ്പർ, ഈ വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ കിട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി ഓടിയിട്ടുണ്ടോ? നിങ്ങൾ വേറെ ജീവിതത്തിൽ ഓടിച്ചിട്ടുണ്ടോ? ആരുടെ വണ്ടിയാണ് ഓടിയിരുന്നത്? അത് നിങ്ങളുടെ പേരിലുള്ള വണ്ടിയായിരുന്നു? അത് പേരെന്താണ് അതിന്റെ? KL07 5608 അജി കാക്കനാട് അഡ്രസ്സിലാണ്. കാക്കനാട് മാമന. സാർ ഇപ്പൊ എന്താ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. റെഡി ആയിട്ട് നിൽക്കല്ലേ, വെറുതെ ആരെയും മുറിയും വെച്ച് പറയാതെ. ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അയാളോട് ചോദിക്കാൻ പറ്റും. നമ്മളുടെ ഡൗട്ടുകളല്ലേ അയാളോട് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അയാളുടെ ഇങ്ങനെ വെറുതെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ എല്ലാ കാര്യങ്ങളും അയാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാൾക്ക് എന്താ ഇൻസ്പെക്ഷനെ സംബന്ധിച്ച് രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. എനിക്കിത് ക്ലിയർ ചെയ്യണ്ടേ? എന്താണ് ക്ലിയർ ചെയ്യുന്നത്? ഞങ്ങൾ ഈ ഒരു ക്രൈമായി ബന്ധപ്പെട്ട് 2-3 ഓട്ടോ ക്രൈമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് ഓഫീസറാണോ ഒരു RTOയ്ക്ക് ക്രൈമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചു? RTOയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ RTO അല്ലാതെ വേറെ അജി കാക്കനാടാണ്. അജി കാക്കനാട്. തൃക്കാക്കര. അല്ല, ഈ മറ്റേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോ അതെ. നിങ്ങളിപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ പിന്നെ KL 32H 5156 കാണിക്കുന്ന ഫോട്ടോയും മറ്റ് വിഷ്വലിൽ കണ്ട ഫോട്ടോ വിഷ്വലിൽ തെളിഞ്ഞ അതും ഇതാണോ? അതും ഇതാണെന്ന് മാത്രമാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്താ സാർ, നമുക്ക് തുടങ്ങാം. അതല്ല, അത് വിഷയമൊന്നുമില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേഡി വന്ന് ഇറങ്ങിയ സമയത്ത് അതിനകത്തുനിന്ന് ഒരു പുള്ളി യൂബറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണത്. അവർ യൂബറിനെ വിളിച്ചു. ആൾ വന്നപ്പോഴത്തേക്ക് ഇവർ കുറേ ഓട്ടോക്കാർ ചേർന്നിട്ട് അവരെ തടഞ്ഞു. തടഞ്ഞ സമയത്ത് ആ വിഷയമുണ്ടായി. പിന്നെ ലേഡിയെ ആക്രമിച്ചു എന്നുള്ള നിലയിലൊരു കേസുണ്ട്. ആ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അന്ന് തന്നിരിക്കുന്ന പിന്നെ വണ്ടി നമ്പറുകളിൽ ഒരു നമ്പർ ഈ നമ്പർ സാമാന്യ ചോദ്യമാണ്. ഞാൻ അല്ലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തത് പോലീസാണ്. അപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഈ നമ്പറുകൾ കറക്റ്റ് ചെയ്ത് ആരുടെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് നെയ്യാറ്റിൻകരയിൽ നിന്നിട്ട് അത് ഫോർവേഡ് ചെയ്ത സാധനമാണത്. ഓക്കെ, കേൾക്കൂ. അത് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ സാധനം നമ്മുടെ ലിസ്റ്റിലുള്ള സാധനം അതാ. ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. നമ്മളൊരു 5 നമ്പറോളം എനിക്ക് അതിനകത്ത് പിന്നെ എനിക്കുള്ളതാ. അങ്ങനെ ഉണ്ടെങ്കിൽ സാറിന് കംപ്ലൈന്റ് ചെയ്യാലോ പോലീസ്? കംപ്ലൈന്റ് ചെയ്യാനല്ല, ഇപ്പൊ എനിക്കത് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ അതെടുത്ത് പിന്നെ സെർച്ച് ചെയ്ത് കിട്ടിയ നമ്പറാണത്. അതിനകത്ത് ഈ നമ്പർ ഇടുന്നുണ്ട്. അതിന്റെ ലൈസൻസ് ഫോട്ടോയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അത് ഏറെക്കുറെ മേച്ചായി വരുന്നുണ്ട്. അതിന് 1-2 ഘടകങ്ങൾ മാത്രമാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. അപ്പോൾ ഘടകങ്ങൾ വരുന്നവരെ ഞങ്ങളോട് അല്ല, ഘടകങ്ങൾ വരുന്നവർ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ അത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആളെ നമുക്ക് ഞാൻ എവിടെ വേണമെങ്കിലും എന്നെ കൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു കേസ് ഈ പറയുന്ന യൂബറുമായി ബന്ധപ്പെട്ട വിഷയം, രണ്ടാമത്തെ കേസ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിഷയമാണ്.
അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. തമാശ പറയാണോ? തമാശ പറയോ? കുട്ടി തട്ടിക്കൊണ്ടോ ഊബർ കേസ്? ഓക്കെ, നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ വണ്ടി നിങ്ങളെന്താ നിസ്സാരമായിട്ട് കണ്ടത്? ഈ നിങ്ങളുടെ പിന്നെ ഒരു ഷൈജു എന്ന് പറയുന്ന ഓട്ടോക്കാരൻ നിങ്ങൾ കൂടെ ഓടുന്നുണ്ടോ? വണ്ടി ഓടുന്നുണ്ടോ? ഷൈജു അറിയില്ല. ഷൈജു അങ്ങനെ ഒരാളുടെ പേര് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ സാർ എന്റെ സ്റ്റാൻഡ് വന്ന് അന്വേഷിച്ചു. ഞാൻ അങ്ങ് അത്രക്കാരനാണെന്ന് അന്വേഷിച്ചു സാർ. എത്ര 10-250 വണ്ടി ഓടുന്ന സാർ അന്വേഷിച്ചു. ഇത് ഇവിടെ എല്ലാ ക്രിമിനൽ കേസിൽ പെടുന്ന ആളുകൾ ഇതേപോലുള്ള പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോയിട്ടില്ല സാർ. സാർ എന്നെ കൊണ്ടുപോയിട്ട് എനിക്കിപ്പോ ആവശ്യമുള്ളത് അറിയണം. എന്താ എന്റെ ക്രൈം, എന്റെ പേരിലുള്ള ക്രൈം. അല്ലാതെ ഇത് നമുക്കത് ഒരു ക്രൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്വേഷണത്തിന് വിധേയനായ ആളുടെ ഡൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് നമ്മളതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാർ. ഞാൻ അതിനെ വേറെ എവിടെ വേണമെങ്കിലും ഞാൻ വരാം. എന്റെ ഭാഗത്ത് ഒരു ക്രൈം നടന്നിട്ടില്ല. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല. അല്ല, ഇൻസൾട്ട് ചെയ്യുന്നല്ലോ ഇത്. ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിനകത്ത് വന്ന ആള് തന്നെയാണ്, ഞാൻ ഗസ്റ്റ് തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് എനിക്കിപ്പോ ഇതിനകത്ത് വന്ന് അയാളുടെ നമ്പറൊക്കെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, ചേട്ടന് സൈജു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് സർപ്രൈസ് ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പോ ചേട്ടന്റെ ഒരു സുഹൃത്തും സഹപ്രവർത്തക ഒരു മെസ്സേജ് ചേട്ടനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈജു അപ്പോൾ കേട്ട് നോക്കാം. രതീഷ്, നീ ഇപ്പൊ ഇവിടെ നിനക്ക് ഒരു ഓട്ടം തരാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെ ഇപ്പൊ സ്റ്റാൻഡിലൊന്നും കാണാറില്ല. നീ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ ഇത്തിരി ആളുകളൊക്കെ കൂടുതലാണ്. പിന്നെ നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടിയാണ് ഞാൻ കേരള കൗമുദിയിലെ ഓമൈ ബോർഡിലേക്ക് വിളിച്ചത്. ഇന്ന് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഒരു വ്യക്തി, നമ്മളിപ്പോൾ നാട്ടുകാർക്കറിയാം രതീഷ് എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ്. പക്ഷേ ലോക മനസാക്ഷിക്ക് മുമ്പിൽ രതീഷ് എന്ന് പറയുന്ന ഒരാൾ, ഇങ്ങനൊരു ഓട്ടോക്കാരനുണ്ട്, അയാൾ ഇത്രയും നല്ല മനസ്സുള്ള ഒരാളാണ്, ഇനി എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഓട്ടം വിളിച്ചു പോകാൻ രതീഷിന്റെ നമ്പർ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഏരിയ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടി കാണും, ഉറപ്പായിട്ടും കാണും. അപ്പോൾ അത് രതീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൈലേജ് ആയിരിക്കും. അപ്പോൾ കാണുന്ന ഓട്ടോക്കാരല്ല കാണുന്ന ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ എലമുല്ലാണ് സ്റ്റാൻഡ് ചേട്ടനെ എടുക്കാം. ചേട്ടൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. സഹിച്ചേട്ടാ, അപ്പോൾ റിക്വസ്റ്റ് അയച്ചതിന് നന്ദി. ഇനി ഇതുപോലത്തെ ആൾക്കാർ പണി നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സമീപിക്കാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് ചേട്ടാ, ഇനി പ്രേക്ഷകരോട് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓട്ടോയിൽ കയറൂ, സുഖമായി സഞ്ചരിക്കൂ. നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ചേട്ടനും എല്ലാവരും ഇവിടെ നിന്ന് ഒരു ഓട്ടോ സദ്യ ആകാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കട്ടെ. പുതിയ പണികളുമായി അടുത്ത ആഴ്ച കാണാം. ബൈ.